പറഞ്ഞപ്പോ ഞാൻ പോലും മെസ്സി വരുമോ എന്ന് ചിന്തിച്ചു. എനിക്കതൊന്നും തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. മെസ്സി വരും, പക്ഷെ അപ്പൊ മെസ്സി വരും. പിന്നെ പറയുന്നത് ഇപ്പൊ സൽമാൻ ഖാൻ വരും. അവസാനം അല്ല, ഇപ്പൊ ആദ്യം പറഞ്ഞു മെസ്സി വരും, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മെസ്സി വരില്ല എന്നൊരു ശ്രുതി വന്നു. പിന്നെ വീണ്ടും ഭയങ്കരമായി മെസ്സി വരും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ, ദേ സ്റ്റേഡിയം കൊടുക്കും. സ്റ്റേഡിയം കൊടുത്തു കഴിഞ്ഞ ഒരു കരാറ് പോലും ഇല്ലാതെ പിന്നെ പറയുന്നു സൽമാൻ ഖാൻ വരും എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഷാറുഖ് ഖാൻ ഫാൻ ആയതുകൊണ്ട് ആ ഇതിൽ ഞാൻ വീണിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. ലഹരിയുടെ കടന്നുകയറ്റം, ഏറ്റവും കൂടുതൽ ദുരിതം ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്ര സംഭവങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് നിങ്ങളെയൊക്കെ നോക്കിയല്ലേ ആ ഒരു മകൻ പറഞ്ഞത്. അതാണോ നമുക്ക് കേരളത്തിൽ വേണ്ടത്? ഇവിടെ ലഹരി മാഫിയയുടെ ഒക്കെ ഇത്രയും പ്രശ്നം നിലനിൽക്കുന്നു. എല്ലാ മുക്കിലും മൂലയും മക്കളെയൊക്കെ എങ്ങനെയാണ് സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുക എന്ന് വ്യാകുലപ്പെടുന്ന അമ്മമാർ. ഇതൊന്നും തടയിടാൻ വേണ്ടി ഇവിടെ ജയിലിൽ നിന്ന് എല്ലാ കുറ്റവാളികളെയും പറഞ്ഞു വിടുന്നു. ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നു. ഇവിടെ TP അവരെ വിടുന്നു. 140 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. പിരിച്ചുവിട്ടവർ ആരാണെന്ന് അറിയില്ല. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡിനെ ഉൾപ്പെടെ പിടിച്ചുവിട്ടതാണെന്ന് പറയുന്നു. ഉത്തരവിറക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടുന്നു. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചു വിട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഇടയിൽ മെസ്സി പോലെയുള്ള ഇവിടെയുള്ളവരെ ഒന്നും മുഖം കാണിച്ചു ഒന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് അർജന്റീനയുടെ മെസ്സിയെ കൊണ്ടുവച്ചുകൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അത് നേടാനുള്ള ഒരു ശ്രമമാണ്. അത് ഫുള്ളായിട്ട് ഒരു ഫ്ലോപ്പ് ഷോ ആയി മാറി എന്നുള്ളത് യാഥാർത്ഥ്യം.